ഹായ്, അടുത്ത ടോപ്പിക്കാണ് കണ്ടിന്യൂസ് 2-dimensional റാൻഡം വേരിയബിൾസ്. ഇതിനെ ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾസ് എന്നും പറയാം. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു റാൻഡം വേരിയബിൾ ഉള്ളതാണ് പഠിച്ചത്, ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ, ഒരു റാൻഡം വേരിയബിൾ മാത്രം. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് റാൻഡം വേരിയബിൾസ് വരും, എക്സ് ആൻഡ് വൈ. അപ്പൊ അതിന്റെ ജോയിന്റ് PDF എന്ന് പറയുന്നത് ജോയിന്റ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർ ജോയിന്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x,y). അതിന്റെ CDF എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ f(x,y). ഇവിടുത്തെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ എക്സും വൈയും ഇല്ലേ, അപ്പൊ ഡബിൾ ഇന്റഗ്രൽ വരും. ഇന്റഗ്രൽ -∞ to ∞, ഇന്റഗ്രൽ -∞ to ∞, f(xy) dx dy ഈക്വൽ ടു 1. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പൊ എന്താണ്, രണ്ട് റാൻഡം വേരിയബിൾസ് വരുന്നുണ്ട്, എക്സും വൈയും. ഇവിടുത്തെ ജോയിന്റ് PDF ആണ് f(xy). അതിന്റെ CDF ആണ് ക്യാപിറ്റൽ f(xy). നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണ്, ഇന്റഗ്രൽ -∞ to ∞, ഇന്റഗ്രൽ -∞ to ∞, f(xy) dx dy ഈക്വൽ ടു 1. ഇതെന്താണ്, -∞ to ∞ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്നേ ഉള്ളൂ. ഇവിടെയും ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. അതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. നമുക്ക് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(xy) അറിയാം. ഇവിടുന്ന് CDF എങ്ങനെ കണ്ടുപിടിക്കും, അതായത് ക്യാപിറ്റൽ f(xy) ഇന്റഗ്രൽ -∞ to x, ഇന്റഗ്രൽ -∞ to y, f(s, t dt ds. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എസും വൈയുടെ സ്ഥാനത്ത് ടിയും കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് CDF കിട്ടും. ഇനി CDF ആണ് അറിയാൻ ഉള്ളത്, നമുക്ക് PDF കാണണം. എന്നാൽ എന്ത് ചെയ്താൽ മതി, f(xy) ഈക്വൽ ടു ∂² ക്യാപിറ്റൽ f(xy) ബൈ ∂x ∂y. രണ്ട് തവണ ഈ CDFന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സും അടുത്ത് വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജോയിന്റ് PDF കിട്ടി കഴിയും. ഇനി പഠിക്കേണ്ടത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻസ് ആണ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻസ് ഈ f(xy) എന്താണ്, നമ്മുടെ ജോയിന്റ് PDF ആണ്. എക്സിന്റെയും വൈയുടെയും ജോയിന്റ് PDF ആണ് f(xy). ഇതിൽ നിന്ന് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും ഉണ്ട്, മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയും ഉണ്ട്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് മാത്രമുള്ള PDF ആണ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുമ്പോഴത്തേക്ക് വൈക്ക് മാത്രമുള്ള PDF ആണ്. രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ജോയിന്റ് PDF ആണ് ഈ f(xy). അതായത് നമ്മൾ ആദ്യം ചെയ്തത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് f(x). ഇതെങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഇന്റഗ്രൽ -∞ to ∞, f(xy) dy. നമ്മൾ വിത്ത് റെസ്പെക്ട് വൈ ആണ് ചെയ്യുന്നത്. ഇവിടെ വൈയുടെ ലിമിറ്റും f(xy)യും dy ആണ് ചെയ്യുന്നത്. ഇതാണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്, f(x). ഇതേപോലെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ ഉണ്ട്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് f(y) ഈക്വൽ ടു ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് ആണ് -∞ to ∞, f(xy) dx ആണ്. ഇതാണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എടുക്കുമ്പോൾ ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റും f(xy)യും dy ആണ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എടുക്കുമ്പോൾ f(y) എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റും f(xy)യും dx ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇൻഡിപെൻഡന്റ് ആണോ ഇല്ലയോ നോക്കാം. ഈ രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ. അതെങ്ങനെ നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ f(x) കണ്ടുപിടിച്ചു, f(y) കണ്ടുപിടിച്ചു. രണ്ടും കൂടെ ഇൻഡു നോക്കാം. f(x) ഇൻറ്റു f(y), അതായത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഇൻറ്റു ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് f(xy) കിട്ടുകയാണെങ്കിൽ, ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് പറയാം, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. അല്ലെങ്കിലോ നോട്ട് ഈക്വൽ ടു ആണ് കിട്ടുന്നതെങ്കിലോ
എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഇനി ഇത് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഇതിൽ ആദ്യ ക്വസ്റ്റൻ ആണ്, റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സ്ക്വയർ. ഇതെങ്ങനെയാണ് വായിക്കുന്നത്? 0 ≤ എക്സ്, വൈ ≤ 1. അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്. എക്സിന്റെയും വൈയുടെയും വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്. ഇവിടെ എക്സും വൈയും ആണ് നമ്മുടെ റാൻഡം വേരിയബിൾസ്. ജോയിന്റ് PDF തന്നിട്ടുണ്ട്. എന്താണ് f(x, y) = 1 എപ്പോഴാണ്? എക്സിന്റെയും വൈയുടെയും വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ. ബാക്കി 0 അതർവൈസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്യാം? ആദ്യം ജോയിന്റ് PDF ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അടുത്ത ജോയിന്റ് PDF ഓഫ് വൈ കണ്ടുപിടിക്കണം. രണ്ടും കൂടെ ഇൻഡു നോക്കണം. അത് ഈ കിട്ടുന്ന f(x, y) ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ എന്ത് പറയാം? ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പൊ അത്രയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്ത് വേണം? മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പം ജോയിന്റ് PDF ആണ്. ഇതിനകത്തത് എക്സിന്റെ മാത്രം എടുക്കുന്ന PDF ആണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യണത് f(x) എന്നാണ്, അല്ലെങ്കിൽ px ഓഫ് എക്സ്. f(x) എന്താണ്? ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ് ആണ് -∞ to f(x/dy). ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടുത്തെ വൈയുടെ ലിമിറ്റ് എന്താണ്? y ആയാലും x ആയാലും ലിമിറ്റ് 0 to 1 ആണ്. ഇന്റഗ്രൽ 0 to 1 f(x/y) 1 ആണല്ലോ, 1 dy 1 തന്നെ കിട്ടും. അപ്പൊ നമ്മുടെ f(x) എങ്ങനെ പറയാം? f(x) എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ 0ക്കും 1നും ഇടയ്ക്ക് 1 തന്നെ കിട്ടി. 1 0 ≤ x ≤ 1, 0 അതർവൈസ്. ഇങ്ങനെ എഴുതാം. അപ്പൊ f(x) എന്താണ്? 0ക്കും 1നും ഇടയ്ക്ക് നമുക്ക് 1 ആണ് കിട്ടിയത്, അതർവൈസ് 0 ആണ്. ഇതേപോലെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y കണ്ടുപിടിക്കാം. രണ്ടും കൂടെ ഇൻഡു നോക്കാം. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y എന്താണ്? fy ഓഫ് y ആണ്. fy ഓഫ് y എന്ന് പറഞ്ഞ ഇന്റഗ്രൽ നമ്മുടെ ഫോർമുല -∞ to f(x/y) dx ആണ്. അതായത് ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്നേ മെലിയുള്ളൂ. എന്താണ് ലോവർ ലിമിറ്റ്? അത് എക്സിന്റെ ലിമിറ്റ് ആണ്. എക്സിന്റെ ലിമിറ്റ് 0 to 1 തന്നെയാണ്. f(x/y) 1 ആണ്, dx 1 തന്നെ കിട്ടും. അപ്പൊ എന്താണ് കിട്ടിയത്? fy ഓഫ് y എന്ന് പറയുന്നത് 1 ആണ്. എപ്പോഴും 0 ≤ y ≤ 1, 0 അതർവൈസ്. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? രണ്ടും കൂടെ ഇൻഡു നോക്കാം. അതായത് f(x) ഉം fy ഓഫ് y ഒന്ന് ഇൻഡു നോക്കിക്കേ. f(x) into fy ഓഫ് y. അതായത് രണ്ടിലും 0ക്കും 1നും ഇടയ്ക്ക് 1 ആണ്. അപ്പൊ ഇൻഡു ചെയ്യുമ്പോൾ അത് 1 തന്നെ കിട്ടും. അതായത് 1 0 ≤ x, y ≤ 1. അതർവൈസ് 0 ആണല്ലോ. ഇതെന്തോന്നാണ്? നമ്മുടെ PDF ഓഫ് ജോയിന്റ് PDF അല്ലേ? f(x/y) ജോയിന്റ് PDF അല്ലേ? f(x/y) ആണ്. അപ്പൊ എന്ത് കിട്ടി? x ആൻഡ് y ആർ ഇൻഡിപെൻഡന്റ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഇൻഡിപെൻഡന്റ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് f(x) into fy ഓഫ് y = f(x/y) എന്ന് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ജോയിന്റ് PDF തന്നിട്ടുണ്ട്. ഇത് PDF ആണ്. അതുകൊണ്ടല്ലോ ഇഫ് ദ ജോയിന്റ് PDF ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു PDF ആണ്. നമുക്ക് k യുടെ വാല്യൂ കണ്ടുപിടിക്കണം. k എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു PDF ആണ്. അപ്പൊ എന്ത് പറയാം? ബൈ യൂസിങ് നോർമലൈസേഷൻ കണ്ടീഷൻ. എന്താണ്? ഇന്റഗ്രൽ -∞ to ∞, വീണ്ടും ഇന്റഗ്രൽ -∞ to ∞ f(x/y) dx dy = 1. ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ. എന്താണ്? ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് x > 0 ആണ്. അപ്പൊ 0 to ∞. f(x/y) എന്താണ്? kxy e⁻⁻x² + y² dx dy. വൈയുടെ ലിമിറ്റ് എന്താണ്? വൈയും 0 to ∞ തന്നെയാണ്. y > 0 ഉണ്ടല്ലോ. അപ്പം വൈയും 0 to ∞ തന്നെയാണ്. = 1 എന്നാണ്.
ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അത് ഈ കെ ഒന്ന് വെളിയിലാക്കാം. കെ ഇന്റഗ്രൽ 0 to infinity എക്സ് വൈ ഇ റൈസ് ടു ഇതിനെ എങ്ങനെയാക്കാം? എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ്. ഒന്ന് സ്പ്ലിറ്റ് ആക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് വരും. ഈക്വൽ ടു 1 ആണ്. എന്താണ്? നമുക്ക് ആദ്യം ഒന്ന് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ കെ ഉണ്ട്, ഇന്റഗ്രൽ 0 to infinity ഉണ്ട്. നമ്മൾ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈയും ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയറും ഡി വൈയും ഒക്കെ വെളിയിലോട്ട് എടുക്കാമല്ലോ. അതായത് വൈ ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഇത്രയും വെളിയിലോട്ട് എടുക്കാം. പിന്നെ എന്താണ്? നമ്മുടെ എക്സിന്റെ ഇന്റഗ്രേഷൻ വേണ്ടി ഇന്റഗ്രൽ 0 to infinity എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 എന്നാണ്. ഇപ്പൊ രണ്ട് ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ മതി. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ വൈ സ്ക്വയറിന് നമുക്ക് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വൈ സ്ക്വയറിന് ടി, അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 2y dy ഈക്വൽ ടു dt എന്നാണ്. അപ്പം y dy എന്താണ്? y dy dt ബൈ 2 എന്ന് കിട്ടും അല്ലേ? അതവിടെ കൊടുത്തു നോക്കാം. നമുക്ക് കെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്താണ്? ഒരു കെ വെളിയിലുണ്ട്. ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ എന്താണ്? വൈ സ്ക്വയർ ടി ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് ടി ബൈ ഡി വൈക്കോ ഡി ടി ബൈ 2 ഇൻറ്റു ഇതും അതുപോലെ തന്നെയല്ലേ. എക്സ് സ്ക്വയറിന് നമുക്ക് ടി എന്ന് തന്നെ കൊടുക്കാം. അപ്പൊ ഇതും അതുപോലെ തന്നെയല്ലേ. അപ്പൊ എന്ത് കിട്ടും? വീണ്ടും ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ടി ഡി ടി ബൈ 2 തന്നെയല്ലേ, ഈക്വൽ ടു 1 എന്നല്ലേ. അപ്പൊ ഒരു കെ വെളിയിലുണ്ട്. ബൈ 2 കൂടെ വരുമ്പോഴത്തേക്ക് ബൈ 4 ആവും. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി? മൈനസ് ഇ റൈസ് ടു മൈനസ് ടി തന്നെയല്ലേ. മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ഈക്വൽ ടു 1 എന്നാണ്. നമുക്ക് അവിടെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. കെ ബൈ 4 2 മൈനസ് ഉണ്ട്, 2 കൂടെ പ്ലസ് ആയി. ഇ റൈസ് ടു മൈനസ് ടി എന്താണ്? ഇ റൈസ് ടു മൈനസ് ബൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബൈ സ്ക്വയർ അല്ലേ. ലിമിറ്റ് എന്താണ്? രണ്ടും 0 to infinity അല്ലേ. 0 to infinity ഈക്വൽ ടു 1 എന്നാണ്. നമ്മൾ ലിമിറ്റ് തിരിച്ച് എക്സിലും വൈയിലും ആകുമ്പോഴത്തേക്ക് ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് 0 to infinity ആണ്. അത് കൊടുക്കുമ്പോൾ എന്ത് വരും? നോക്കാം. അതായത് ഒരു കെ ബൈ 4 വെളിയിലുണ്ട്. നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 അത് 1 ആണ്. ഇൻറ്റു വീണ്ടും ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 വരും. ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ എന്താണ്? -1 ഇൻറ്റു -1 പ്ലസ് 1. അപ്പൊ കെ ബൈ 4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് കെ ഈക്വൽ ടു 4 എന്ന് കിട്ടി. കെയുടെ ആൻസർ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇത്ര ലെങ്തിയാണ്. കാരണം നമുക്ക് ജോയിന്റ് PDF തന്നിട്ടുണ്ട്. എക്സിന്റെയും വൈന്റെയും ജോയിന്റ് PDF ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇത്രയും കണ്ടുപിടിക്കണം. ആദ്യം കെ, ഇങ്ങനെ ഇത്രയും കണ്ടുപിടിക്കണം. ഇവിടുന്ന് കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ജോയിന്റ് PDF ആണല്ലോ. അപ്പൊ എന്ത് യൂസ് ചെയ്യാം? ബൈ യൂസിങ് നോർമലൈസേഷൻ കണ്ടീഷൻ. എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ പറയുന്നത്? ഇന്റഗ്രൽ നമ്മൾ ഒന്നാമത് കണ്ടുപിടിക്കാണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, വീണ്ടും ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1 എന്നാണ്. ഇന്റഗ്രൽ ലിമിറ്റ് എന്താണ്? y ആണെങ്കിൽ 1 to 5 ആണ്. y 1 to 5. അപ്പം y ആണ് വെളിയിൽ വരേണ്ടത്. x എന്താണ്? 0 to 4 ആണ്. x അകത്ത് വരണം. k x y ആണ്. ഈക്വൽ ടു 1 ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് k യുടെ വാല്യൂ കിട്ടും. അതായത് എന്തെങ്കിലും മാറ്റാലല്ലേ പറ്റുള്ളൂ. k വെളിയിലാക്കാം. ഇന്റഗ്രൽ 1 to 5 k വെളിയിലാക്കി. ഇന്റഗ്രൽ 1 to 5. ഇനി എന്താണ്? നമ്മൾ എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ വൈയും ഡി വൈയും നമുക്ക് വേണമെങ്കിൽ വെളിയിലോട്ട് എടുക്കാം. വൈയും ഡി വൈയും വെളിയിലോട്ട് എടുക്കാം. ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് എന്താണ്? 0 to 4 എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്നല്ലേ. അങ്ങനെ ചെയ്യാം. കാരണം നമ്മൾ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈയും ഡി വൈയും വെളിയിലോട്ടാക്കാം. ഇങ്ങോട്ടേ ആക്കാൻ പറ്റില്ല, ഇവിടെ ആക്കാൻ പറ്റില്ല. ഇങ്ങോട്ടാക്കാം. അപ്പൊ ഇന്റഗ്രൽ കെ മൊത്തത്തിൽ വെളിയാക്കി
ഇന്റഗ്രൽ 1 to 5 by dy ഇന്റഗ്രൽ 0 to 4 x dx equal to 1 ആണ്. k ഇൻറ്റു എന്താണ് ഇന്റഗ്രൽ ഓഫ് y സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് 1 to 5 ആണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് x? വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് x സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് 0 to 4 ആണ്. ഇനി ഈ ലിമിറ്റ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും k ബൈ 2 കൂടെ വരുമ്പോൾ ബൈ 4. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് 5 സ്ക്വയർ 25. ലോവർ ലിമിറ്റ് 1 സ്ക്വയർ. അപ്പർ ലിമിറ്റ് കൊടുത്തു ഇൻറ്റു ഇവിടെ കൊടുക്കാം അപ്പർ ലിമിറ്റ് 4 സ്ക്വയർ ആണ് 16. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോഴത്തേക്കാണ് 1 എന്ന് കിട്ടിയത്. അപ്പൊ എന്ത് വരും 24 into 16 എന്നാണ്. k by 4 24 into 16 ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 ടൈംസ് ആണ്. 24 into 4 എന്ന് പറഞ്ഞാൽ 96 ആണ്. അപ്പൊ 96k ആണ് നമുക്ക് 1 എന്ന് കിട്ടിയത്. അപ്പൊ k എത്ര കിട്ടി 1/96 ആണ്. അപ്പൊ k കിട്ടി 1/96. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ട് എന്താണ് k യുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് കിട്ടി കഴിഞ്ഞു 1/96 എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോയിന്റ് PDF-നെ എങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം? f of xy ഈക്വൽ ടു ഈ kക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം by 96 അല്ലേ? ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം. k യുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. kക്ക് പകരം 1/96. അപ്പൊ എന്ത് എഴുതി ജോയിന്റ് PDF f of xy ഈക്വൽ ടു xy by 96. എപ്പോഴാണ് 1 less than y less than 5 0 less than x less than 4 0 otherwise. ഇനി എന്ത് ചെയ്യണം നമ്മൾ? രണ്ടാമത്തെ പോർഷൻ എന്താണ്? രണ്ടാമത്തത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ xy by 96 dx dy ആണ് ആവശ്യം. dx dy എന്താണ് ലിമിറ്റ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. എക്സിന്റെ വാല്യൂ 3യേക്കാളും വലുത്. പക്ഷെ 3 മുതൽ 4 വരെ ഉള്ളൂ അല്ലേ? 3യേക്കാളും വലുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 to 4 വരെ ഉള്ളൂ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് 3 to 4 ആണ്. വൈയുടെ ലിമിറ്റ് ആണെങ്കിലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരെ. പക്ഷെ വൈയുടെ ലിമിറ്റ് എന്താണ് പറയുന്നത്? 1 to 5 വരെ ഉണ്ട്. ഇവിടെ പക്ഷെ 4 വരെ പറയുന്നുള്ളൂ. അപ്പൊ 1 to 4 ഇതാണല്ലോ വരുന്നത്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. വൺ ബൈ 96 കോൺസ്റ്റന്റ് അല്ലേ? വെളിയിലോട്ടാക്കാം. 1/96 ഇന്റഗ്രേറ്റ് 1 to 4. നമ്മൾ ആദ്യം എക്സ് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈയും ഡി വൈയും വെളിയിലോട്ടാക്കാം. എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈയും ഡി വൈയും വെളിയിലോട്ടാക്കാം. പിന്നെ ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് എന്താണ്? 3 to 4. എക്സും ഡി എക്സും ഇതല്ലേ? അപ്പൊ എന്ത് വരും? 1/96. എന്താണ് ഇന്റഗ്രൽ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ? വൈ സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് 1 to 4 ആണ്. എക്സിന് എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് 3 to 4 ആണ്. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ലിമിറ്റ് നമുക്ക് കൊടുക്കാം 1/96. 2 into 2 4 വെളിയിലോട്ടാക്കി. അപ്പർ ലിമിറ്റ് 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ 16. ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ -1 ഇൻറ്റു അപ്പർ ലിമിറ്റ് 4 കൊടുക്കുമ്പോഴത്തേക്ക് 4 സ്ക്വയർ 16. ലോവർ ലിമിറ്റ് 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ 9. ഇത്രയാണ് വരുന്നത്. അതായത് 1/96 into 4 ഇതെന്ത് വരും? 15 into 16 minus 9 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ 15ഉം ഈ 96ഉം കൂടെ 3 വെച്ച് വെട്ടാം. വെട്ടി വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ആൻസർ 35/128 ആണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ കിട്ടി കഴിഞ്ഞു. ഇത് തേർഡ് പാർട്ട് ചെയ്യാം. എന്താണ് തേർഡ് പാർട്ട് പറയുന്നത്? നമ്മൾ സെക്കൻഡ് വരെ ചെയ്തല്ലോ. തേർഡ് പാർട്ട് എന്താണ്? പ്രോബിലിറ്റി ഓഫ് 1 less than x less than 2 2 less than y less than 3 എന്നാണ്. എന്ത് ചെയ്താൽ മതി? ഡബിൾ ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് പറയുന്നുണ്ട് 1 to 2 വരെ. എക്സിൻ്റെത് 1 to 2 വരെ. അപ്പൊ ഡി എക്സ് ആണ് വെളിയിൽ. വൈയുടെ ലിമിറ്റ് എന്താണ്? 2 to 3. അവിടെ പറയുന്നുണ്ട് 2 to 3. വൈയുടെ ലിമിറ്റ് 2 to 3. എഫ് ഓഫ് എക്സ് വൈ ആണ് ഇടയ്ക്ക് വരേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ എന്താണ്? xy by 96.
ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 1 to 2 നമ്മൾ ആദ്യം ബൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എക്സും ഡി എക്സും വെളിയിലോട്ടാക്കാം, എക്സും ഡി എക്സും വെളിയിലോട്ടാക്കാം. ഇന്റഗ്രൽ 2 to 3 ബാക്കി വരുന്നത് എക്സ് ഈ 1/96 വെളിയിലാക്കാം. പിന്നെന്താണ്, എക്സും ഡി എക്സും വെളിയിൽ പോയി ഇനി വൈയും ഡി വൈ ആണുള്ളത്. ഇത്രയല്ലേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി, 1/96 ഇന്റഗ്രൽ ഓഫ് എക്സ് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് കൊടുക്കണം 1 to 2. ബൈക്ക് വൈ സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് എന്താണ്, 2 to 3 ആണ്. അപ്പോൾ എന്ത് വരും, 1/96 ഇതാണ്ട് ഈ ടു കൂടെ 4. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 4, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 3 സ്ക്വയർ 9, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4. അപ്പോൾ എന്ത് വരും, ഇവിടെ 3 ഇൻറ്റു 5 15 ബൈ 96 ഇൻറ്റു 4 എന്ന് കിട്ടും. ഇനി ഈ 15ലും 96ലും നമുക്ക് 3 വെട്ടാം. 3 വെട്ടം എത്ര വരും, 3 വെട്ടം ഇവിടെ 5 ടൈംസ് ബൈ 3 വെട്ടുമ്പോഴത്തേക്ക് 32 ഇൻറ്റു 4 എന്ന് കിട്ടും. അതായത് 5/128 എന്ന് കിട്ടും. തേർഡ് പാർട്ട് ആൻസർ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോർത്ത് പാർട്ടാണ്. ഇനി വേണ്ടത് നാലാമത്തതാണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റീജിയൻ വരച്ച് ഒരു സ്ട്രിപ്പ് എടുത്ത് വേണം ഇന്റഗ്രേഷൻ ചെയ്യാൻ. റീജിയൻ വരയ്ക്കണം. റീജിയൻ എന്താണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. എക്സിന് പോയിന്റ് പ്ലോട്ട് ചെയ്യാം. 0 1 2 3. മുകളിലും അതേപോലെ 1 സെന്റർ ആണ് 0 1 2 3 4 1 2 3 മുകളിലോട്ട് പോകും. 4ഉം 5 ഒക്കെ മുകളിലോട്ട് പോകും. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 വരയ്ക്കണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ 0 3 ആൻഡ് 3 0. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 3 കിട്ടും, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 3 കിട്ടും. ഈ രണ്ട് പോയിന്റിനും കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്നുള്ളത്. അതൊന്ന് നേരെ വരയ്ക്കണം. എക്സിലും ആ 3യിലും ഈ 3യിലും കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതിന്റെ പേരെന്താണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്നാണ്. ഇനി ഈ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എന്ന് പറയുന്നത് താഴോട്ടാണോ മുകളിലോട്ടാണോ നോക്കണമല്ലോ. ആ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്ത് 2 റീജിയൻ ഉണ്ട്, ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടും. താഴോട്ടാണെങ്കിൽ ഈ 0 0 വരുന്ന റീജിയൻ ആയിരിക്കും. ഈ 0 0 കൊടുത്തു നോക്കാം. 0 0 കൊടുക്കുമ്പോൾ എന്താണ്, 0യും 0യും കൊടുക്കുമ്പോൾ എന്ത് വരും, 0 ലെസ് ദാൻ 3 ശരിയാണ്. അപ്പൊ താഴോട്ടുള്ള റീജിയൻ ആണ്, താഴോട്ട് വരുന്ന റീജിയൻ ആണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, പക്ഷെ ഇത് മൊത്തം ഭാഗം വരുന്നില്ല. കാരണം ബൈക്ക് ലിമിറ്റ് പറയുന്നുണ്ട്. ബൈ എന്താണ്, 1 to 5 വരെയാണ്. അപ്പൊ ബൈ ഈക്വൽ ടു 1 ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ട്. ബൈ ഈക്വൽ ടു 1 ഇല്ലേ, കണ്ടോ, ബൈ ഈക്വൽ ടു 1 ഒരു ലിമിറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്ത് വരും, ഇത്രയും പോർഷനേ വരുന്നുള്ളൂ. നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനേ ഉള്ളൂ, ഇത്രയും പോർഷനാണ്. ബൈ ഈക്വൽ ടു 1 വരുന്നുണ്ട്, ബൈ ഈക്വൽ ടു 5 വരുന്നുണ്ട്. ബൈ ഈക്വൽ ടു 5 മുകളിലാണ്, ഇതിന്റെ വെളിയിലാണ്. പിന്നെ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ ആക്സിസ്. പിന്നെ എക്സ് ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 4 ഇങ്ങാണ്, അതും ഈ റീജിയന് വെളിയിലാണ്. അപ്പൊ നമ്മുടെ റീജിയൻ ഈ വൈ ഈക്വൽ ടു 1 കൂടെ ഉൾപ്പെട്ട് വരും. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ റീജിയൻ. ഈ പോയിന്റ് എന്താണ്, ഈ 2ലാണ് വന്നത്, 2 1. അപ്പൊ അത്രയും റീജിയനാണ്. അപ്പൊ ഇനി ഇത് ചെയ്യാൻ എന്ത് വേണം, നമുക്കൊരു സ്ട്രിപ്പ് വേണം. ഇഷ്ടമുള്ള സ്ട്രിപ്പ് എടുക്കാം, വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഇഷ്ടമുള്ള സ്ട്രിപ്പ് എടുക്കാം. ഞാനിവിടെ വെർട്ടിക്കൽ വരയ്ക്കുകയാണ്. അപ്പൊ എന്താണ് വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, എക്സ് ആണ് ഫുള്ളായിട്ട് മൂവ് ചെയ്യണത്. എക്സ് വേരീസ് ഫ്രം 0 to 2. എക്സ് ആണെങ്കിൽ 0 മുതൽ 2 വരെ വേരി ചെയ്യും. എക്സ് വേരീസ് ഫ്രം 0 to 2. വൈ ആണെങ്കിലോ ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും ഇല്ലേ വൈ. ഇവിടുത്തെ വൈ എന്താണ്, ഇവിടുത്തെ വൈ 1 ആണ്, അവിടുത്തെ വൈ 1 ആണ്. മുകളിലത്തെ വൈ എന്താണ്, ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള വൈ അല്ലേ, വൈ എന്താണ് 3 - x. കണ്ടോ, ഒരെണ്ണം ഫിക്സഡും കിട്ടി, ഒരെണ്ണം വേരിയബിളും കിട്ടി. കാരണം അതൊരു ട്രയാങ്കുലർ റീജിയൻ ആണ്. അപ്പോഴത്തേക്ക് നമ്മളൊരു സ്ട്രിപ്പ് വരച്ചിട്ട് ഒരു ലിമിറ്റ് ഫുള്ളായിട്ടും വേണം, മറ്റേത് വേരിയബിൾ ആയിട്ടും വേണം. അങ്ങനെ കിട്ടി. അപ്പൊ എന്ത് വരും, ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കണം വെളിയിൽ, ഔട്ടർ ലിമിറ്റ്. അപ്പൊ ഡി എക്സ് ആയിരിക്കണം വെളിയിൽ, അത് എക്സിന്റെ അല്ലേ. അപ്പൊ ഡി വൈ ആയിരിക്കണം അകത്ത്. ഡി വൈ എന്താണ്, വൈയുടെ ലിമിറ്റ് 1 to 3 - x. എഫ് ഓഫ് എക്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്താണ്, xy/96 ആണ്. ഇതവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ആൻസർ ആയിക്കോളും. എന്ത് ചെയ്താൽ മതി,
1/96 വെളിയിലാക്കാം. നേരത്തെ പോലെ ഇന്റഗ്രൽ 0 to 2 നമ്മൾ ബൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സും ഡി എക്സും വെളിയിലാണ്. ഇനി എക്സ് ചെയ്യുമ്പോഴേ ഇന്റഗ്രൽ 1 to 3 മൈനസ് എക്സ്. ഇത് ചെയ്യേണ്ടതാണ്, ബൈ ചെയ്തപ്പോൾ എക്സും ഡി എക്സും വെളിയിൽ പോയി. ഇനി വൈയും ഡി വൈയും ഇത്രയല്ലേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. നമുക്ക് സാധാരണ പോലെ ചെയ്യാം. 0 to 2 നമ്മൾ വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എക്സിനെ വെളിയിലാക്കാം. വൈക്ക് എന്താണ്? y² 2 ആണ്. കാരണം ഒന്ന് വേരിയബിൾ അല്ലേ. അപ്പൊ ഈ ഇത് പൂർത്തിയാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ, എന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ എക്സ് ഇൻറ്റു വൈക്ക് എന്താണ്? y² 2 ആണ്. ലിമിറ്റ് 1 to 3 മൈനസ് എക്സ് ആണ്. പിന്നെ ഒരു ഡി എക്സും കൂടെ ഉണ്ട്. ഈ 2 കൂടെ വെളിയിൽ വരും. 1/96 ഇൻറ്റു 2 ഇന്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 3 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ഡി എക്സ്. ഇത്രയല്ലേ? അതായത് 1/96 ഇൻറ്റു 2 ഇന്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പോലെയാണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇങ്ങനെയല്ലേ. പിന്നെ ഒരു ഡി എക്സും കൂടെ. അതായത് ഇനിയുള്ളത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. പിന്നെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതങ്ങ് മാറ്റി കളയാം. 1/96 ഇൻറ്റു 2 ഇന്റഗ്രൽ 0 to 2 ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഈ 9 മൈനസ് 1 8 അല്ലേ. 8x മൈനസ് 6x² പ്ലസ് x³ dx. ഇതാണ്. ഇവിടെ 8 വരും. 8x മൈനസ് 6x² പ്ലസ് x³ dx. ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 1/96 ഇൻറ്റു 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 8xന് 8x² 2 മൈനസ് 6x²ന് 6x³ 3 പ്ലസ് x³ x⁴/4 ലിമിറ്റ് 0 to 2 ആണ്. ഈ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 1/96 ഇൻറ്റു 2 എന്താണ്? 4 ഇൻറ്റു 2² 4 16 വരും. 6/3 2 ആണ്. 2 ഇൻറ്റു 2ന്റെ ക്യൂബ്. അപ്പൊ അത് 16 ആണ് വരുന്നത്. പ്ലസ് ഇനി എന്താണ്? 2ന്റെ റൈസ് ടു 4 എന്താണ്? 16/4 ഒരു 4 വരും. ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് നമുക്ക് 4/96 ഇൻറ്റു 2 എന്നാണ് കിട്ടുന്നത്. ഇത് രണ്ടും വെട്ടിപ്പോകുമ്പോൾ 2/96 കിട്ടും. വെട്ടിപ്പോകുമ്പോൾ 1/48 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ 1/48 ആണ്. ഇനി ഒരു കാര്യം കൂടെ കണ്ടു. എന്താണ്? ലാസ്റ്റ് പാർട്ട് പറയാൻ എന്താണ്? എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയണം. അതേപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സും കണ്ടുപിടിക്കണം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണോ നോക്കാം. നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് xy/96. ഇത് എപ്പോഴാണ്? 1 ≤ y ≤ 5. ഇതാണ് നമ്മുടെ ജോയിന്റ് PDF. എന്തിനാണ് ആദ്യം കണ്ടുപിടിക്കണം? മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് fx ഓഫ് എക്സ് ആണ്. fx ഓഫ് എക്സ് എന്താണ്? ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ്. വൈയുടെ ലിമിറ്റ് എന്താണ്? 1 to 5. വൈയുടെ ലിമിറ്റ് f ഓഫ് എക്സ് വൈ dy ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ്. വൈയുടെ ലിമിറ്റ് എന്താണ്? 1 to 5 f ഓഫ് എക്സ് വൈ dy. അതായത് ഇന്റഗ്രൽ 1 to 5 f ഓഫ് എക്സ് വൈ എന്താണ്? xy/96 dy. നമുക്ക് എക്സ് വെളിയിലാക്കാം, 96ഉം വെളിയിലാക്കാം. ഇന്റഗ്രൽ ഓഫ് y എന്താണ്? y² 2 ആണ്. ലിമിറ്റ് 1 to 5 കൊടുക്കുമ്പോഴത്തേക്ക് x/96 ഇൻറ്റു 2 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5² 25 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1² 1. അപ്പൊ എന്താണ്? x/96 ഇൻറ്റു 2 ഇവിടെ 24 വരും. വെട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് x/8 എന്നാണ് കിട്ടുന്നത്. x/8. അപ്പൊ എന്താണ് നമ്മുടെ fx ഓഫ് എക്സ് എന്ന് പറയുന്നത്? fx ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതണം.
എക്സ് ബൈ 8 ആണ്. എപ്പോഴാണ് എക്സിന്റെ ലിമിറ്റ് എഴുതണം? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4, 0 അതർവൈസ്, ഇങ്ങനെ തന്നെ എഴുതണം. അപ്പൊ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റും ഡി വൈയുമാണ്. പക്ഷെ ഇവിടെ എഴുതുമ്പോഴത്തേക്ക് എക്സിന്റെ ലിമിറ്റ് തന്നെ എഴുതണം. എന്താണ് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 8 ആണ്. എക്സിന്റെ ലിമിറ്റ് 0 to 4 ആണ്. ഇനി ഇതേപോലെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ കണ്ടുപിടിക്കണം. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ത് വരും? എഫ് വൈ ഓഫ് വൈ ആണ് ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് 0 to 4 എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. ഇന്റഗ്രൽ 0 to 4 എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എക്സ് വൈ ബൈ 96 ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈ ബൈ 96 ആണ് വെളിയിൽ പോകുന്നത്. ഇന്റഗ്രൽ ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് 0 to 4 ആണ്. അത് കൊടുക്കുമ്പോഴത്തേക്ക് വൈ ബൈ 96 അപ്പൊ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് 4 സ്ക്വയർ 16 ബൈ 2. ഇത് വെട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വൈ ബൈ 12 എന്നാണ് കിട്ടുന്നത്. വൈ ബൈ 12. അപ്പൊ എഫ് വൈ ഓഫ് വൈ എങ്ങനെ എഴുതാം? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് വൈ ഓഫ് വൈ എന്ന് പറയുന്നത് വൈ ബൈ 12 ആണ്. എപ്പോഴാണ് വൈയുടെ ലിമിറ്റ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 0 അതർവൈസ്. അപ്പൊ നമുക്ക് ജോയിന്റ് PDF അറിയാം, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് എക്സും വൈയും അറിയാം. ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ? അതുകൂടെ നോക്കാം. എങ്ങനെ ചെയ്താൽ മതി? രണ്ടും കൂടെ ഇൻഡു നോക്കാം. എഫ് എക്സ് ഓഫ് എക്സും എഫ് ഐ ഓഫ് വൈയും കൂടെ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുമോ നോക്കാം. അതായത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഇൻഡു മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എഫ് വൈ ഓഫ് വൈ ഇൻഡു നോക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ബൈ 8ഉം വൈ ബൈ 12 ആണ്. എക്സ് ബൈ 8ഉം വൈ ബൈ 12 ആണ്. എന്ത് കിട്ടും? എക്സ് വൈ ബൈ 96 തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി? എക്സ് വൈ ബൈ 96 തന്നെയാണ്. എപ്പോഴാണ്? എക്സിന്റെ ലിമിറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 ആണ്. വൈയുടെ ലിമിറ്റ് 1 ലെസ് ദാൻ വൈ ലെസ് ദാൻ 5 ആണ്. അല്ലേ? 0 അതർവൈസ് ആണ്. ഇത് രണ്ടിന്റെയും വെളിയിലാണെങ്കിൽ എന്താണ്? അതർവൈസ് 0 0 0 0 0 തന്നെ കിട്ടും. 0 അതർവൈസ് എന്താണ്? നമ്മുടെ എഫ് ഓഫ് എക്സ് തന്നെയല്ലേ? ജോയിന്റ് PDF തന്നെയാണ് എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ എന്ത് പറയാം? എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. Okay, thank you.